24 ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ വേട്ടയിടാൻ തുടങ്ങിയിട്ട്, ഇപ്പോഴല്ല. ആ 24 ചാനൽ ഞാൻ നേരിട്ട് കണ്ടു. ഞാൻ മനസ്സിലാക്കുന്നത് അവരാരുടെയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള ഒരു ചാനലാണെന്നാണ്. ഇപ്പോഴല്ല, ഞാനത് സംബന്ധിച്ചൊരു പരാതി കൊടുത്തിരുന്നു പോലീസ് DGPക്ക്. 24 ചാനലിൻ്റെ തൃശ്ശൂർ ലേഖകൻ, 24 ചാനലിൻ്റെ പത്തനംതിട്ട ലേഖകൻ, ഇവിടുത്തെ കോഴിക്കോട് ഒരു കേസുണ്ടായിരുന്നു, ഒരു നക്സൽ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേസുണ്ടായിരുന്നു. ആ കേസിൽ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി, അവർ കണ്ണൂർ ജില്ലയിൽ കരിവള്ളൂർ സ്വദേശിയായിരുന്നു. മറ്റൊരാൾ ജയിലിൽ നിന്ന് ക്രിമിനലായി അവിടെ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട് ജയിലിൽ കിടന്ന് പുറത്തു വന്ന ഒരാൾ. ഇങ്ങനെയുള്ള ചിലരെയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ഒളരിയിൽ ഒരു കേന്ദ്രത്തിൽ ഒത്തുചേർന്നു. എന്നിട്ട് 24-ൻ്റെ ക്യാമറയിൽ ഈ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് കൊണ്ടുവന്നവൻ അവരുമായി സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ മുഖം കാണിക്കാൻ പാടില്ല, എൻ്റെ പിന്നിൽ നിന്നുള്ള പടം മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പടം തയ്യാറാക്കി പ്രക്ഷേപണം ചെയ്തു. എന്തോ ഞാൻ തിരുവനന്തപുരത്തുള്ളപ്പോൾ ഞാൻ ഈ ചാനൽ നോക്കുമ്പോൾ കാണുന്ന ഇതാണ്. അപ്പോൾ തന്നെ ഞാൻ DGPയെ വിളിച്ചു, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു, അതിൻ്റെ പ്രധാനിയായിട്ടുള്ള ശ്രീകണ്ഠൻ നായരെ വിളിച്ചു. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് എന്നെക്കുറിച്ച് ഇങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത്? എനിക്ക് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റുണ്ട്, വലിയ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, കോടിക്കണക്കിന് ഉറുപ്പികയുണ്ട്, ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിൻ്റെ തട്ടിപ്പുമായി ബന്ധവൻ്റെ ജ്യേഷ്ഠനെ സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വാർത്ത. അത് പണം കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ്. അത് ഞാൻ കണ്ട ഉടനെ തന്നെ ഞാൻ പരാതി എഴുതി DGP കൊടുത്തു. DGP അന്വേഷിച്ചു. കാര്യങ്ങൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അതൊരു നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ലേഖകന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആദ്യത്തതല്ലത്. കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരായി ഇതുപോലെ ഒരു ശ്രമം അവർ നടത്തി, അത് പാളിപ്പോയി. അതുകൊണ്ട് ഇത് ആദ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നതല്ല. ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവരോടൊരു ചാനൽ കണ്ടു. ഈ വൈദികമെന്ന് പറയുന്നൊരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ്. ഞാനും അതുമായിട്ട് എന്താ ബന്ധം? ഞാനതിൻ്റെ ഒരു ഉപദേശിയാണ്, അഡ്വൈസറാണ്. അതിൽ കവിഞ്ഞ് എനിക്കെന്താ അതിൽ ബന്ധം? അവിടെ ഏത് ED പോയിരുന്നത്? ഏത് ഇൻകം ടാക്സുകാരാണ് പോയിരിക്കുന്നത്? ഇന്ന് വരെ ഒരു അന്വേഷണം, കാരണം അന്വേഷണം നടത്തേണ്ട കാര്യമുള്ള സ്ഥാപനമല്ലത്. അത് ഷെയർ ഹോൾഡേഴ്സ്, സ്ഥാപനം എല്ലാം കൃത്യമായി TDS അടക്കാനുള്ള ഇൻസ്പെക്ഷൻ സാധാരണ എല്ലാ സ്ഥാപനത്തിലുള്ളതാണ്. അത് വെച്ചിട്ടാണ് എന്താ ED പോകാത്ത എന്ന് ഈ 24-ൻ്റെ ഒരു വൈകുന്നേരത്തെ അന്തിച്ചർച്ച നയിക്കുന്ന നേതാവ് ചോദിക്കുന്നത്. ഇവിടുന്ന് കിട്ടിയ വിവരം? ഞാൻ ഏതായാലും 24-നെതിരായിട്ടൊരു ക്രിമിനൽ കേസും ഒരു സൈബർ കേസ്, ഇതൊരു കുറ്റാരോപിച്ചുകൊണ്ട് ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയമാണ്, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. അതിൻ്റെ പിന്നിൽ ആരോ സ്പോൺസർ ചെയ്തിട്ടാണത്. അവർ മാത്രം 24 മാത്രമേ ഇത് കൊടുത്തുള്ളൂ. ആ ചാനലാണ് ഈ പ്രക്ഷേപണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലാണ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇത് സംബന്ധിച്ച് എല്ലാ മേഖലകളിലും പരാതി കൊടുക്കാനും ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ മനസ്സിലാക്കിയത് വൈദികം, അവർക്ക് വൈദിക രാജീവ് ചന്ദ്രശേഖരും ആ കമ്പനിയും തമ്മിൽ എന്ത് ബന്ധം? അവിടെ ഈ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരും സ്റ്റാഫും ചികിത്സ നടത്തുന്ന ഒരു സ്ഥാപനമാണ് നിരാമയ. അവർ ചികിത്സ നടത്തുകയാണ്. അത് ഈ കമ്പനിയുമായിട്ടൊരു എഗ്രിമെൻ്റാണ്. അവർ ഏറ്റവും നല്ല ചികിത്സയാണ്, നല്ല സർവീസ് കൊടുക്കുന്നവരാണ്, പ്രൊഫഷണലാണ് അവർ. അത്തരത്തിലുള്ള പ്രൊഫഷണലാണ് ഇപ്പോൾ അവിടുത്തെ ആയുർവേദ ചികിത്സയുടെ എല്ലാ കാര്യവും. അവർക്കതിൻ്റെ കമ്പനിയിൽ എന്താ അവർക്ക്? ഇതാണ് ഈ 24 ചാനലുകാരനും അവൻ പറഞ്ഞു കൊടുത്തിട്ടായിരിക്കും ഒരുപക്ഷെ VD സതീശൻ ഇത് പറഞ്ഞിട്ടുണ്ടാകുക.
ഇങ്ങനെ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ട് നടപടികൾ വ്യക്തിഹത്യ നടത്തുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. രമേശ് ചെന്നിത്തല കുറച്ചുകൂടി ഈ വി ഡി സതീശൻ്റെ നിലവാരത്തിലേക്ക് താഴാൻ പാടില്ല. വി ഡി സതീശൻ്റെ നിലവാരത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പറഞ്ഞു കേട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവായത് എന്നുള്ള കാര്യം കോൺഗ്രസ്സിൽ ഉള്ളവർ തന്നെ, കോൺഗ്രസ്സിൽ ഇപ്പോൾ നിൽക്കുന്നവരും കോൺഗ്രസ് വിട്ടുവന്നവരും ഞങ്ങളോട് ചില കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതൊന്നും ഒരു രാഷ്ട്രീയ രംഗത്ത് ഈ ആക്ഷേപങ്ങളും പരസ്പരം എന്തെങ്കിലും വിളിച്ചു പറയുന്ന വേദിയായി കാണുന്നില്ല. ഞാൻ കാണുന്നത് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ എന്നെക്കുറിച്ച് ചിലരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വാർത്തയുണ്ടാക്കാൻ നടക്കും. എൻ്റെ അടുത്ത് വരും. ഞാൻ പറഞ്ഞ അത്ര നിലവാരം താഴാനൊന്നും ഞാനില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയ നിലവാരത്തിനനുസരിച്ച് മാത്രമേ പ്രതികരിക്കൂ. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുക, പ്രചരിപ്പിക്കുക, അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകൾ, അതെനിക്ക് ജനങ്ങളോടാണ് പറയാനുള്ളത്. ആ ചാനലിൻ്റെ നിലവാരം നമ്മുടെ നാട്ടിലെ ബഹുജനങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യം വന്നപ്പോൾ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായരെ വിളിച്ച് പറഞ്ഞതാണ്. പിന്നെ അരമണിക്കൂർ കൊണ്ട് അത് അവസാനിപ്പിച്ചിരുന്നു. അപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്യുക, അതിൻ്റെ ബാക്കി പത്രവും എനിക്കറിയാം. അതിൻ്റെ പിന്നിൽ ആരാണെന്ന കാര്യവും എനിക്കറിയാം. ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചാനൽ ധർമ്മം എന്ന് ധരിക്കരുത്. നമ്മുടെ രാജ്യത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് മാധ്യമങ്ങൾ പ്രതികരിക്കേണ്ടത്. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ തെറ്റായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച് ചാനലുകൾക്ക് അവരുടെ സാമ്പത്തിക ലാഭം കൊയ്തെടുക്കാൻ ബ്ലാക്ക് മെയിൽ വാർത്ത മാനിക്കുലേറ്റ് ചെയ്യുന്ന നടപടികളിൽ അന്വേഷണം നടത്തണം ഇന്ത്യ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ഇന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഇത് സംബന്ധിച്ചുള്ള എല്ലാ നിയമപരമായ നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്.